അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ്. അപ്പോൾ മെട്രിക്സിന്റെ ഇൻവേഴ്സ് പറയുമ്പോൾ ആദ്യം നമ്മൾ സാധാരണ നമ്പേഴ്സിന്റെ കേസിൽ നമ്മുടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒരു നമ്പറിന്റെ, ഇപ്പോൾ 3 എന്നൊരു നമ്പർ, ആ 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/3 ആണ് നമുക്കറിയാം. റെസിപ്രോക്കലിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറയുന്നത്. അങ്ങനെ തന്നെ പറയാൻ കാരണം 3യും 1/3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ 1 കിട്ടും. അപ്പോ ഏതിനെ, അതായത് ഒരു നമ്പറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടും, അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. സപ്പോസ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്. ഓഫ് ഓർഡർ m, m എന്നെടുക്കാം. m means m by m square matrix. Then this A has an inverse if there exists another matrix B of same order, another square matrix, this must be square, of same order m such that AB equal to BA equal to I. നോക്കാം, എ ഒരു സ്ക്വയർ മെട്രിക്സ്, എയുടെ ഓർഡർ എം ആണെങ്കിൽ അതേ ഓർഡറുള്ള എം ഓർഡറുള്ള മറ്റൊരു സ്ക്വയർ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു ഐ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബി ഉണ്ടെങ്കിൽ ഈ ബി എ ആണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറയും ദി മെട്രിക്സ് എ ഇസ് ഇൻവെർട്ടിബിൾ, ഇൻവെർട്ട് ചെയ്യാൻ പറ്റുന്ന മെട്രിക്സ് ആണ് എ, ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഇസ് ബി, റൈറ്റ്? Inverse of A is B, and notation dana A inverse, inverse of A is inverse is equal to B എന്ന് നമ്മൾ പറയും. ഇതാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് വേണം B, such that AB equal to BA equal to I. Both matrices must be square matrix ആയിരിക്കണം രണ്ടും. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ ഒന്ന് എഴുതാം. If A is a square matrix of order m, then A is invertible. A is invertible if there exists another square matrix. If there exists another square matrix B of order m, such that AB equal to BA equal to I. AB equal to BA equal to I. Then inverse of A is equal to B. That is A inverse ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. A inverse is equal to B. അപ്പം A ഇൻവേഴ്സും A ട്രാൻസ്പോസും ഒന്നും മാറിപ്പോകാൻ പാടില്ല. A ട്രാൻസ്പോസ് ആണെങ്കിൽ A ഡാഷ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇത് A ഇൻവേഴ്സ്. ഇനി ഒരു 2 തിയറംസ് ഉണ്ട് ഈ ഇൻവേഴ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതൊന്നും നമുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, അപ്പോ എഴുതാം. ഈ തിയറത്തിനെ, ഇപ്പൊ പറയുന്ന തിയറത്തിനെ യുണീക്നെസ് തിയറം എന്ന് പറയും. യുണീക്നെസ് തിയറം. തിയറം എഴുതാം. Inverse of a square matrix, if it exists, is unique. Inverse of a square matrix, if it exists,
is unique. If it exists എന്ന് പറയാൻ കാരണം എല്ലാ കേസിലും എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് വേണമെന്നില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പം 0 എന്ന നമ്പറിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം 1/0 does not exist അല്ലേ? അപ്പൊ അതുപോലെ ഈ കേസിലും ചില മെട്രിക്സസിന് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല. അതുപോലെ എന്ന് പറയാൻ പറ്റില്ല. നൾ മെട്രിക്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത മെട്രിക്സസ് തന്നെ, ഇൻവേഴ്സ് ഇല്ലാത്ത മെട്രിക്സസും കാണും. അപ്പൊ ഇവിടെ ഇൻവേഴ്സ് യുണീക്ക് ആണ്, ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സേ കാണുമെന്നാണ് തിയറം പറയുന്നത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എ എന്ന മെട്രിക്സ് എടുക്കുന്നു. എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം എടുക്കാം. ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ എം ആണ്. Then let this A has 2 inverses. Uniqueness ആണ്, one and only one inverse നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എടുക്കുന്നത് 2 inverses. Let B and C are 2 inverses of A. സപ്പോസ് ചെയ്യണം എക്ക് 2 ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഇൻവേഴ്സിന്റെ കണ്ടീഷൻ ആദ്യം ബി എടുക്കുക. എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്ന് പറഞ്ഞാൽ AB must be equal to BA must be equal to I. ബി ഇൻവേഴ്സ് ആണെങ്കിൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നോക്കുക, സിയും ഇൻവേഴ്സ് ആണ്. സോ AC equal to CA equal to I because C is an inverse. ഇനി ഈ ബിയും സിയും ഈക്വൽ ആണെന്ന് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ബിയെ നമുക്ക് BI എന്ന് എഴുതാം. ഐ ഐഡന്റിറ്റി ആണ്, അതായത് വണ്ണിന്റെ നമ്മുടെ ഓർഡിനറി നമ്പേഴ്സിൽ വണ്ണിന്റെ റോള്, മൾട്ടിപ്ലിക്കേഷനിലെ വണ്ണിന്റെ റോൾ എന്തോ അതാണ് ഈ മെട്രിക്സിന്റെ റോൾ. സോ ബി ഈക്വൽ ടു BI ഈക്വൽ ടു, ഇനി ഈ ഐയെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഐയെ നമുക്ക് നോക്കൂ, AC I ആണ്, AC is I. B into AC എന്നെഴുതി നമ്മൾ ഐയെ AC യോട് റീപ്ലേസ് ചെയ്യും. ദിസ് ഇസ് ഈക്വൽ ടു, അസോസിയേറ്റ് ചെയ്യുക, അതിന് ഇങ്ങനെ എഴുതാം, BA into C എന്ന് എഴുതാം ബൈ അസോസിയേറ്റീവ്. ഇനി മുകളില് തൊട്ട് മുകളിലെ റിലേഷൻ നോക്കുക, BA എന്താ നോക്കുക, ഇറ്റ് ഈസ് I. So it is IC. IC is equal to C. So we get B is equal to C. അങ്ങനെ 2 ഇൻവേഴ്സസ് ഉണ്ടെങ്കിൽ തന്നെ ആ 2 ഇൻവേഴ്സസും സെയിം ആയിരിക്കും. That means inverse is unique. Therefore, inverse is unique. ഇതൊന്നും പ്രൂഫും ചോദിക്കാറില്ല നമ്മൾ, എന്നാലും ഒരു വെരിഫിക്കേഷൻ ആണോ ഇൻവേഴ്സ് ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ ഒന്ന് നോക്കുകയാണ്. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് തിയറത്തിലേക്ക് പോവാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ്, if A and B are invertible matrices, എഴുതിക്കോളൂ, if A and B are invertible matrices of the same order, then AB whole inverse is equal to B inverse A inverse. AB whole inverse is equal to B inverse A inverse. അപ്പോൾ ഇവിടെ എയും ബിയും ഇൻവെർട്ടിബിൾ മെട്രിസസ് ആണ്. ഇൻവെർട്ടിബിൾ മെട്രിസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ റിലേഷൻ ആണ് ചെയ്യേണ്ടത്. ഇത് ഏതുപോലെ, ട്രാൻസ്പോസ് പോലെ തന്നെ. ട്രാൻസ്പോസിന്റെ കേസും ഇതുപോലെ ആയിരുന്നു, AB ഹോൾ ഡാഷ് ഇസ് B ഡാഷ് A ഡാഷ് അല്ലെ, എന്നതുപോലെയാണ് ഇൻവേഴ്സ് വരിക. അപ്പൊ ഇത് നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്യാം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഒരു പ്രൂഫ്. അപ്പോ നമ്മള് AB-യും AB ഇൻവേഴ്സൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കാം, ഇതൊരു മെട്രിക്സ് AB,
എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു മെട്രിക്സ്, അതായത് എ ബിയുടെ ഇൻവേഴ്സ്. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഐ കിട്ടും. So this is equal to I. And this implies, ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ രണ്ട് സൈഡും ലെഫ്റ്റിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനെ ഇങ്ങനെ പറയും, പ്രീ മൾട്ടിപ്ലൈ both sides by A inverse. Pre multiply ഇതിന് മുന്നിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. പോസ്റ്റ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് പോസ്റ്റ് മൾട്ടിപ്ലൈ എന്ന് പറയും. കാരണം ഇത് സ്പെസിഫിക് ആയിട്ട് പറയണം മെട്രിക്സിന്റെ കേസിൽ. എന്തുകൊണ്ടാ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് തോന്നുന്ന പോലെ ഇവിടെ ഒരു വശത്തും അവിടെ ഒരു വശത്തും ഇട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരേ സൈഡ് ഇട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എ ഇൻവേഴ്സ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഐ. ഇനി അസോസിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ എ ഇൻവേഴ്സ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എന്താ എ ഇൻവേഴ്സ് ഐ വരാം? ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് അല്ലേ? എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ഈസ് എ ഇൻവേഴ്സ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നോക്കൂ, എ ഇൻവേഴ്സ് എ എന്താ? ഇത് പറയൂ, എന്താ എ ഇൻവേഴ്സ് എ? A B inverse equal to A inverse. ഇനി ഐ ബി എന്ത് വരും? I into B, B into A B inverse is equal to A inverse. Again നമ്മൾ ലെഫ്റ്റ് ഈ സ്റ്റെപ്പിന്റെ ലെഫ്റ്റ് രണ്ട് സൈഡും മീൻസ് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഏതുകൊണ്ട്? ബി ഇൻവേഴ്സ് കൊണ്ട്. ഇവിടെ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടി ഈ റിസൾട്ടിലേക്ക് വരികയാണ് നമ്മൾ. അപ്പോൾ ഈ ബി പോണം, അതിനാണ് ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇംപ്ലൈസ് ബി ഇൻവേഴ്സ് ബി എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. റൈറ്റിലും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഈ ബി ഇൻവേഴ്സ് ബി ഐ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. That implies I കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് എ ബി ഇൻവേഴ്സ് തന്നെ ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇങ്ങനെ എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതി. റെഡി അല്ലേ? ഇനി നമുക്ക് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ പറയണം. എലിമെന്ററി ഓപ്പറേഷൻ ഓർ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഹെഡിങ് എഴുതാം. Elementary operation or elementary transformation. ഒരു മെട്രിക്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ഒരു മെട്രിക്സിന്റെ റോയോ കോളമോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ ആണ് ഈ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 3 റോ ഓപ്പറേഷൻ ഉണ്ട്, 3 കോളം ഓപ്പറേഷനും ഉണ്ട്. അങ്ങനെ 6 എലിമെന്ററി ഓപ്പറേഷൻസ് ആണ് ഉള്ളത്, എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉള്ളത്. First one, Ri and Rj interchange. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളം വരും Ci and Cj interchange. ഈ ij എന്നൊക്കെ പറഞ്ഞ ജനറൽ കേസ് പറയാണ്.
It can be 1, 2, 3, etc. അപ്പം ഒരു മാക്സിമം ഒരു തേർഡ് ഓർഡർ വരെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സസ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് പറയാൻ കാരണം ഈ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇൻവേഴ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു, ആ ഇൻവേഴ്സ് കാണുന്ന ഒരു മെത്തേഡാണ് ഈ എലിമെന്ററി ഓപ്പറേഷൻ. അപ്പൊ അതിന് റോ കോളം ഇങ്ങനെ മാറ്റിക്കൊണ്ട് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെട്രിക്സിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാറ്റാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും മാറ്റാൻ പറ്റില്ല. അതിനൊരു റൂൾസ് ഉണ്ട്. അതിൽ 3 റൂൾസിൽ ഫസ്റ്റ് വൺ ഇതാണ്, നമുക്ക് RI ആൻഡ് RJ ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല് ഫസ്റ്റ് കോളത്തിന്റെ ഭാഗത്ത് സെക്കൻഡിനെ എടുത്ത് വെക്കുക, സെക്കൻഡ് ടു ഫസ്റ്റ് ഇന്റർചേഞ്ച്. ഓർ 1 and 3 എന്ന് പറഞ്ഞാല് R1 ഫസ്റ്റ് റോയുടെ പ്ലേസിൽ തേർഡ് റോ കയറ്റി വെച്ചിട്ട് തേർഡിനെ എടുത്ത് അവിടുന്ന് താഴോട്ട് ഫസ്റ്റിനെ എടുത്ത് ഇങ്ങോട്ട് താഴോട്ട് ഇന്റർചേഞ്ച്. അങ്ങനെ അതാണ് ഒരു എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ. ഇനി സെക്കൻഡ് വൺ, RI changes to KRI. RI changes to KRI എന്ന് പറഞ്ഞാല് ഇത് സിമ്പിൾ ശ്രദ്ധിക്കണം, ഇത് ഇന്റർചേഞ്ച് ആണ് ഫസ്റ്റ് നോക്കണം. RI changes to KRI എന്ന് പറഞ്ഞാല് ഒരു റോയെ നമുക്ക് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു റോ എടുത്തിട്ട് അതിനെ നമുക്ക് ഡബിൾ ആക്കാം, ട്രിപ്പിൾ ആക്കാം, അതിന്റെ നെഗറ്റീവ് ആക്കാം ബൈ ദിസ് ഓപ്പറേഷൻ, എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ. അതാണ് ഇതിന് മീനിങ്. ഇതെല്ലാം കോളത്തിനും ബാധകമാണ്. CI changes to KCI. ഓക്കെ, ടൈംസ് ആക്കി മാറ്റാം. ഇനി തേർഡ്, RI changes to RI plus KRJ. ഒരു റോയെ നമുക്ക് ആ റോയുടെ കൂടെ വേറൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഫസ്റ്റ് റോയുടെ കൂടെ ഒരു തേർഡ് റോയുടെ ഒരു 2 ടൈംസ് കൂടെ ആഡ് ചെയ്തിട്ട് അത് പുതിയ ഫസ്റ്റ് റോ ആക്കി അതിനെ മാറ്റാം. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇത് ക്ലിയർ ആവും. ഇതിന്റെ കോളം കറസ്പോണ്ടിങ് കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് CI changes to CI plus KCG. ഇതാണ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്. എഴുതിയോത്? ഇനി നമ്മൾ ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു എങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് ഈ മെത്തേഡ് ഇപ്പൊ പറഞ്ഞ ഈ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുന്നത് നമുക്കൊരു റഫായിട്ടൊന്ന് പറയാം. A എന്നൊരു മെട്രിക്സ് തന്നു, എന്താ നമ്മൾ അതിന്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു. യൂസ് ദി മെത്തേഡ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഓർ എലിമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു IE എന്ന റിലേഷൻ ആദ്യം നമ്മൾ എഴുതുന്നു. A ഈക്വൽ ടു IE. A ഈക്വൽ ടു IE ആണല്ലോ, ആണോ? A ഈക്വൽ ടു IE ആണോ? ആണ്. എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതുന്നത് ക്വസ്റ്റ്യൻ മെട്രിക്സ് ആണ്. എന്നിട്ട് ഇതിപ്പോ സെക്കൻഡ് ഓർഡർ ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട I സെക്കൻഡ് ഓർഡർ I ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇപ്പം ഈ എലിമെന്ററി ഓപ്പറേഷൻ ഒരു ഇക്വേഷനിൽ മെട്രിക്സ് ഇക്വേഷൻ നടത്തുമ്പോൾ രണ്ട് സൈഡും ചെയ്യണം. അപ്പൊ രണ്ട് സൈഡും ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഓരോ മെട്രിക്സിൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിലെ ഒരു മെട്രിക്സ് ഇവിടെ എന്ത് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നു അത് ഇവിടുത്തെ ഒരു മെട്രിക്സിൽ ചെയ്യണം. അപ്പോ ഇവിടെ ഈ A തന്നെയാണ് ഈ A, ക്വസ്റ്റ്യൻ A ആണ് ഇത്.
പക്ഷെ നമ്മൾ ഈ എ മെട്രിക്സ് ആയിട്ട് നമ്പറോ കൊടുത്ത് എഴുതുന്നില്ല. ജസ്റ്റ് റൈറ്റ് എ. ഇവിടെയോ ഈ എയുടെ ഫോം, ആക്ച്വൽ ഫോം ഇപ്പുറത്ത് എഴുതി. ഇവിടെ നെയിം മാത്രം എ എന്ന് മാത്രം എഴുതി. ഇനി കുറെ ട്രാൻസ്ഫോർമേഷൻസ് ഇങ്ങനെ നടത്തി. ഇവിടെ ഇപ്പോൾ ഒരു 2, 3, -1, 2 ഒക്കെ എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ കുറെ എലിമെന്ററി ഓപ്പറേഷൻസ് നടത്തിയിട്ട് ഇതിനെ 1 0 0 1 ആക്കും. ഇതാവുന്നത് വരെ നമ്മൾ ഇതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള 3 എലിമെന്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് അങ്ങനെ മാറ്റുമ്പോൾ ഇതേ ചേഞ്ചസ് ഒക്കെ ഇതിലും നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും. ഇൻടു എ ഇവിടെ. അപ്പോ ഇവിടെ എത്തി നിന്ന് കഴിഞ്ഞാല് ഇത് ഐഡന്റിറ്റി ആയി. ഇത് ഐഡന്റിറ്റി ആയി, ഇത് എയും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എന്താവണം? എ ഇൻവേഴ്സ് ആവണം. അപ്പോഴല്ലേ എ ഇൻവേഴ്സ് എ ഈക്വൽ ടു ഐ എന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? അപ്പോ ഇതാണ് ആൻസർ. ആൻസർ മെട്രിക്സ് ഇതായിരിക്കും. ഇത് എപ്പോ ഐ ആയി മാറുന്നോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ആ മെട്രിക്സ് വരും. So we will write A inverse equal to this matrix എന്ന് എഴുതും. അത് ഒരു ധാരണ തന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. എലിമെന്ററി ഓപ്പറേഷനിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്പ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് എ ഈക്വൽ ടു ഐ എന്ന് എടുത്താൽ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യേണ്ടത്. ഇപ്പം എലിമെന്ററി ഓപ്പറേഷൻ നമ്മൾ റോ ആൻഡ് കോളം പറഞ്ഞു, റോ ട്രാൻസ്ഫോർമേഷൻ. ഇനി കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ എ ഈക്വൽ ടു എ ഐ എന്ന് എടുക്കണം. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എ ഈക്വൽ ടു ഐ യിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം കുറച്ച് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു ഐ കുറയണം എ ഐ എന്ന് ചെയ്തു പോയാൽ എക്സാം ഹോളിൽ ഇരുന്നിട്ട് നിങ്ങൾ എ ഈക്വൽ ടു ഐ ആണോ എ ഐ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എ ഈക്വൽ ടു ഐ യിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ റോ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഇത് നന്നായി തറോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കോളം ട്രാൻസ്ഫോർമേഷൻ ട്രൈ ചെയ്യാം. ചെയ്യുന്ന സമയത്ത് ഐക്ക് പകരം എന്ത് എഴുതണം? എ ഐ എഴുതണം എന്ന് മാത്രം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരാം. 3.4 എടുക്കുക, എക്സസൈസ് 3.4. അതില് നോക്കുക, യൂസിങ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദി മെട്രിക്സസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിലുള്ള എക്സസൈസ് കംപ്ലീറ്റ് ഒരു 17 ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻവേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്ന എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, മെട്രിക്സ് 1 - 1 2 3. എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ വഴി അല്ലാണ്ട് ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. വേറെ 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഫൈൻഡ് ഇൻവേഴ്സ് മാത്രം ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫ്രീഡം ഉണ്ട്, എങ്ങനെ വേണേ കാണും. ബട്ട് ഇഫ് ദി ക്വസ്റ്റ്യൻ ഈസ് യൂസ് ദി ഫൈൻഡ് ദി ഇൻവേഴ്സ് യൂസ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഏത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ? എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നമ്മൾ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നോക്കിയിട്ട്. അപ്പൊ മറ്റേ 2 മെത്തേഡ് പഠിക്കില്ലേ? യെസ്, അത് പഠിക്കാൻ പോണേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമുക്ക് എ എന്ന് കൊടുക്കാം. 1 - 1 2 3 എന്ന മെട്രിക്സിന് പിന്നെ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോവാണെങ്കിൽ ആദ്യമായിട്ട് എ ഈസ് ഈക്വൽ ടു ഐ ആണ് ഫസ്റ്റ്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെഫ്റ്റില് മെട്രിക്സ് 1 - 1 2 3 ഈക്വൽ ടു ഐ, സെക്കൻഡ് ഓർഡർ ഐ എഴുതുക. 1 0 0 1 ഇൻറ്റു എ. ഇതിന് യൂസ് ഇല്ല, അതിന്റെ എലമെന്റ് നമുക്ക് അവിടെ എഴുതിയിട്ട് കാര്യമില്ല. എലമെന്റ് അവിടെ എഴുതി കഴിഞ്ഞാൽ അത് നമ്മളെ കൺഫ്യൂഷനിലാക്കും.
കൺഫ്യൂസ് ചെയ്യിക്കും ഇവിടെ. കാരണം ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ എ അങ്ങനെ നിർത്തുക റൈറ്റില്. ഇനി അപ്പൊ എന്താണ് നമ്മുടെ എ എന്ന് പറഞ്ഞാല് ലെഫ്റ്റിൽ കാണുന്ന മെട്രിക്സിനെ ഐഡന്റിറ്റി ആക്കണം. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1 ആണ്. അതില് 1 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മുടെ എയിം ഇവിടെ 0 കിട്ടുകയാണ്. 2ന്റെ പ്ലേസിൽ 0 വയ്ക്കും. 2ന്ന് 2 മൈനസ് ചെയ്താലേ 0 കിട്ടുള്ളൂ. അപ്പൊ ഒരു മെട്രിക്സ് എടുത്ത് അതിന് ഒരു നമ്പർ മൈനസ് ചെയ്യാനുള്ള ഫ്രീഡം ഒന്നും നമുക്കില്ല. ആ 3 ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത് R2 ആണ്, സെക്കൻഡ് റോ ആണ്. അതിനാണ് നമ്മൾ R2 എന്ന് വിളിക്കുക. അപ്പോ ഈ R2ൽ നിന്ന് 2R1, അതായത് 2ൽ നിന്ന് 2 × 1 മൈനസ് ചെയ്താൽ ഇവിടെ 0 വരിക. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R. വയ്ക്കുന്നത് R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R. എന്നിട്ട് R1 ചേഞ്ച് ഇല്ല, R1 1 മൈനസ് 1 എഴുതി. ഇനി ഇതിനാണ് ചേഞ്ച്. ഇതെങ്ങനെ ചേഞ്ച്? R2 മൈനസ് 2R1. 2 മൈനസ് 2 × 1 0. 3 മൈനസ് 2 × മൈനസ് 1 3 പ്ലസ് 2. 3 മൈനസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് 2 ആയി. അപ്പൊ 3 പ്ലസ് 2 5 ഈക്വൽ ടു റൈറ്റിലുള്ള മെട്രിക്സ് തന്നെ ചെയ്യണം. ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ആകുമ്പോൾ എന്ത് നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോഴും രണ്ട് സൈഡ് ചെയ്യാറില്ലേ? ഇപ്പൊ സാധാരണ ഓർഡിനറി ഇക്വേഷൻ ആണെങ്കിലും ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ഇതേ ഓപ്പറേഷൻ ഇവിടെ സെക്കൻഡ് റോയിൽ ചെയ്യണം. 1 0 R2 changes to R2 minus 2R1. 0 minus 2 × 1 minus 2. 1 minus 2 × 0 1 into A. Clear ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ ഈ സ്റ്റെപ്പ്? ഡൗട്ട് ഉണ്ടോ? അത് R2 ഈ റോയെ നമുക്ക് ചേഞ്ച് ചെയ്യണം. കാരണം 1 കഴിഞ്ഞിട്ട് താഴെ വേണ്ടത് 0 ആണ്. ഐഡന്റിറ്റി ആക്കാൻ പോവാ നമ്മൾ ഇതിനെ. അതിന് ഓരോ സ്റ്റെപ്പുകളാണ്. അപ്പൊ 2 മൈനസ് 2 ആണ് 0. അപ്പൊ 2 മൈനസ് 2 × 1. ഈ 2ന്ന് നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാനേ നമുക്ക് ഫ്രീഡം ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യാ ഈ R2ൽ നിന്ന് 2 ടൈംസ് ഇത് R1 മൈനസ് ചെയ്യാം. R2 മൈനസ് 2R1. അപ്പൊ 2 മൈനസ് 2 0. ഇതിൽ നിന്ന് അത് നമുക്ക് 3 മൈനസ് 2 × മൈനസ് 1. അതാണ് 3 പ്ലസ് 2 5. അത് തന്നെ ഇവിടെയും ചെയ്യണം. 0 മൈനസ് 2 × 1 മൈനസ് 2. 1 മൈനസ് 2 × 0 1. ഓക്കെ ആയോ? അപ്പൊ ഇത് ക്ലിയർ ആയി. ഇനി ചെയ്യേണ്ടത് അടുത്ത 1 എവിടെയാണോ ആ 1 ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, ഈ 5ന്റെ പ്ലേസിൽ 1 വരണം. ഓക്കെ, നമ്മളിപ്പം ഇനിയിപ്പോ അധികം ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ 5ന്റെ പ്ലേസിൽ 1 കിട്ടാൻ വേണ്ടി നമുക്ക് ബൈ 5 ചെയ്താൽ മതി. അതായിരിക്കും കൂടുതൽ ഈസി. അല്ല, ഒരു തേർഡ് ഓർഡർ ആണ്, ധാരാളം ട്രാൻസ്ഫോർമേഷൻസ് പിന്നെയും ബാക്കി കിടക്കണോ എങ്കിൽ ആദ്യമേ ഒരു ഫ്രാക്ഷനിലേക്ക് ചാടിയാൽ ടൈം എടുക്കും, തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പൊ അത്രയൊന്നും ഇല്ല, നമുക്ക് കുറച്ച് സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അപ്പൊ ഈ 5നെ 1 ആക്കാൻ വേണ്ടി നമ്മൾ ബൈ 5 ചെയ്യണം. അതായത് R2 ചേഞ്ചസ് ടു R2 ബൈ 5. സെക്കൻഡ് റോയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നോക്കുക, 1 മൈനസ് 1 ഫസ്റ്റ് ചേഞ്ച് ഇല്ല. ഇത് 0 1. റൈറ്റിലും അത് ചെയ്യണം, അത് മറക്കരുത്. മൈനസ് 2 ബൈ 5 1 ബൈ 5 ഇൻറ്റു A. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ. അപ്പൊ ഇവിടെ ഈ മൈനസ് 1ന്റെ പ്ലേസിൽ 0 വേണം, എങ്കിലല്ലേ ഐഡന്റിറ്റി ആവൂ.
-1ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 0 കിട്ടും, കിട്ടില്ലേ? അപ്പോ R1ന്റെ കൂടെ R2 ആഡ് ചെയ്യാം. ചേഞ്ച് വരുന്നത് R1നാണ്. R1 ചേഞ്ചസ് ടു R1 plus R2. അപ്പോൾ 1 plus 0 1 minus 1 plus 1 0. സെക്കൻഡ് റോ ഒന്നും ചെയ്യുന്നില്ല. റൈറ്റ് സൈഡ് ഇത് തന്നെ ചെയ്യണം. R1 plus R2 means 1 minus 2 by 5. It is 3 by 5. 0 plus 1 by 5. 1 by 5. Minus 2 by 5. 1 by 5. അതുപോലെ എഴുതുക. ഈ സ്റ്റെപ്പിൽ R1 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ലെഫ്റ്റ് സൈഡ് I കിട്ടി. അപ്പോൾ നമുക്ക് ഇത് I ആയി. So this step implies A inverse is equal to 3 by 5, 1 by 5, minus 2 by 5, 1 by 5. എങ്ങനെ അത് A inverse ആയത്? I is equal to A inverse A ആണ്. So this must be the inverse of A. ഇത് A ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I കിട്ടും. That is the inverse. Clear? Clear ആയിട്ട്. ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഈ ഐഡന്റിറ്റി ആക്കി മാറ്റുമ്പോ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 1 ഫസ്റ്റ് കോളത്തില് ഫസ്റ്റ് എലമെന്റ് 1 ആവണം. അപ്പോൾ അത് 1 ആക്കുക. ഫസ്റ്റ് എലമെന്റ് 1. പിന്നെ ആ 1ന്റെ താഴോട്ടുള്ള എലമെന്റ്സിനെയൊക്കെ 0 ആക്കുകയായിരിക്കണം അടുത്ത എയിം. അതിനുശേഷമേ നെക്സ്റ്റ് കോളത്തിലേക്ക് ചാടി അതിലെ 1നെ നോക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന സമയത്ത് ഈ 1 ഡിസ്റ്റർബ്ഡ് ആവും. ഇവിടെ 0 അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്പർ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്കി വെച്ച് 1 അങ്ങ് പോകും. അവിടുന്ന് വേറെ നമ്പർ കിട്ടും അവിടെ. അപ്പോ ഈ 1ന് ഡിസ്റ്റർബൻസ് വരാതിരിക്കണമെങ്കിൽ അതിന്റെ താഴോട്ടുള്ള എലമെന്റ്സ് എല്ലാം 0 ആക്കുക. അതിനുശേഷം നെക്സ്റ്റ് കോളത്തിലേക്ക് കയറാൻ പറ്റും. കയറിയിട്ട് അതിലെ 1 എവിടെയാണോ ആ 1 ആക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കി എലമെന്റ്സ് 0 ആക്കുക. റെഡി അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ആയുള്ളൂ. ഇനി 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും ശരിയാവും. ഇത് എഴുതിയില്ലേ? Next, second question. Matrix 2 1 1 1. എല്ലാം ഇൻവേഴ്സ് കാണാനാണ് ബൈ റോ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ. അതിൽ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യന് എ എന്ന് കൊടുത്തതിന് ശേഷം എടുക്കേണ്ട റിലേഷൻ എ ഈക്വൽ ടു IA. A replace ചെയ്യാം. മെട്രിക്സ് 2 1 1 1 I is 1 0 0 1 into A. ഇനി ഫസ്റ്റ് ഈ എലമെന്റ് എത്ര കിട്ടണം? നമുക്ക് 1 വരണം അല്ലേ? ഇനി നമ്മുടെ എയിം ഇതിനെ ഐഡന്റിറ്റി ആക്കുകയാണ്. ഇതിനെ ഐഡന്റിറ്റി ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഇത് A ഇൻവേഴ്സ് ആൻസർ ആയി മാറും ഈ മെട്രിക്സ്. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. അതായത് ഈ 2ന്ന് 1 മൈനസ് ചെയ്താൽ 1 വരും അല്ലേ? വരുമോ? So R1 changes to R1 minus R2. 2 minus 1 1 1 minus 1 0. Second row ki change illa. Right la thane cheyanam. R1 minus R2. 1 minus 0 1. 0 minus 1 minus 1. R1 ine right side change cheyanam. R1 minus R2. നോക്കൂ, ഇനി ഇവിടെ നമുക്ക് 0 വേണം ഫസ്റ്റ് കോളം. അപ്പോൾ ഫസ്റ്റ് കോളത്തില് ആദ്യത്തെ 1 നമ്മൾ എടുത്തു വെക്കും, ബാക്കിയൊക്കെ 0 ആക്കി മാറ്റും. സെക്കൻഡ് കോളത്തിലേക്ക് കടന്ന് അതിൽ 1 ആക്കും, ബാക്കിയെല്ലാം 0 ആക്കും. തേർഡ് ഉണ്ടെങ്കിൽ തേർഡ് കോളത്തിലേക്ക് വരും, അതിൽ 1 എവിടെയാണ് വേണ്ടത് 1നെ ആക്കിയതിനു ശേഷം ബാക്കി 0 ആകും. അതാണ് രീതി. അപ്പൊ ഇനി ഇത് 0 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? R2 മൈനസ് R1 ചെയ്താൽ മതി. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1.
1 0, 1 minus 1 0, 1 minus 0 1 equal to 1 minus 1, R2 minus R1, 0 minus 1, minus 1, 1 minus minus 1, 1 plus 1, 2 into A. ഇപ്പോൾ ഇത് I equal to A inverse A എന്നായി. So therefore A inverse is equal to 1 minus 1 minus 1. This is inverse. കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പ്? ഇല്ല ടീച്ചർ, മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു, നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ കുറെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുന്ന സമയത്ത് ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം കംപ്ലീറ്റ് അങ്ങ് സീറോ ആയി എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ അതെന്താ ഇൻവേഴ്സ് ഇല്ല എന്നൊക്കെ നമ്മൾ ഇനി ഡിറ്റർമിനൻസ് പഠിക്കുമ്പോൾ പഠിക്കും. ഒരു മെട്രിക്സിന്റെ വാല്യൂവിനെയാണ് ഡിറ്റർമിനന്റ് എന്ന് പറയാ. ആ വാല്യൂ സീറോ ആയി കഴിഞ്ഞാൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു റോയോ കോളോ കംപ്ലീറ്റ് സീറോ വന്നാൽ അപ്പോൾ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് എഴുതാം എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതാം. പക്ഷെ സാധാരണയായിട്ട് അങ്ങനെ ഇൻവേഴ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഒന്നും നമ്മളോട് ചോദിക്കില്ല. നമ്മളോട് ചോദിക്കുന്നത് എപ്പോഴും ഇൻവേഴ്സ് കാണാൻ ചോദിക്കുന്നത് ഇൻവേഴ്സ് ഉള്ള മെട്രിക്സസ് ആയിരിക്കും. എക്സാമിനെ പറയുന്ന കേട്ടോ, ഇവിടെ ടെക്സ്റ്റിൽ നമുക്ക് അങ്ങനത്തെ ചോദ്യമുണ്ട്. ഇപ്പൊ തേർഡ് ചെയ്യാം. മെട്രിക്സ് 1 3 2 7. ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ? ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പൊ 1 ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് പ്ലേസ് അവിടെ അല്ലെ, ഐഡന്റിറ്റിയുടെ 1 ഉണ്ട്. അപ്പൊ നമ്മുടെ ജോലി കുറഞ്ഞു. ഇനി ആ 2ന്റെ പ്ലേസിൽ 0 വരണം. 2ന്റെ പ്ലേസിൽ 0 വരാൻ 2ന്ന് 2 മൈനസ് ചെയ്യണം. 2ന്ന് 2 മൈനസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ 2ന്ന് 2 into 1 മൈനസ് ചെയ്യണം. മീൻസ് R2 changes to 2R1. R2 changes to R2 minus 2R1. അറിയായോ? ആയി. ഇനി നമുക്ക് ഇവിടെ 0 ആവണം. 3യിൽ നിന്ന് 3 കുറച്ചാലാണ് 0 കിട്ടുന്നത്. അപ്പോ 3യിൽ നിന്ന് 3 times 1 ആണ് മൈനസ് ചെയ്യേണ്ടത്. 3 times 1 means 3 times R2. So R1 changes to R1 minus 3R2. കിട്ടിയോ?
ടീച്ചർ അപ്പം സെക്കൻഡ് ഓർഡർ ഇങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡ് ഓർഡർ ചോദിക്കാറുണ്ട് കേട്ടോ, ഇൻവേഴ്സ് കാണാനൊക്കെ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയില്ലേ? Then എന്താ പറഞ്ഞ ഫോർത്ത് 2 3 5 7 മെട്രിക്സ് 2 3 5 7. ഇവിടെ നമുക്ക് 2 3 എന്ന റോയെയും 5 7 ഈ റോസിനെ ആദ്യം ഒന്ന് അങ്ങ് ഇന്റർചേഞ്ച് ചെയ്യാം. ഇന്റർചേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ മണ്ണാക്കുന്നതായിരിക്കും നല്ലത്, നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ R1 R2 ഇന്റർചേഞ്ച് എഴുതിയാൽ മീനിങ് 5 7 മുകളിൽ കയറി 2 3 equal to 0 1 മുകളിൽ വന്നു 1 0 into a എന്നായി. ഇനി 5 എന്ന് 4 മൈനസ് ചെയ്താൽ 1 കിട്ടും. ഐഡിയ ആയില്ലേ? ഇനി എന്താ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയൂ. R1 changes to എന്തായിരിക്കും? R1 minus 2R. 2R2. R1 minus 2R2. 2R. അത് ചെയ്യൂ. രണ്ടു വശവും ചെയ്യാൻ മറക്കരുത്. ഇനി 2ന്റെ പ്ലേസിൽ 0 കിട്ടണം. 0 കിട്ടണമെങ്കിൽ 2ന്ന് 2 മൈനസ് ചെയ്യണം. മീൻസ് 2 ഇന്ന് 2 into 1 മൈനസ് ചെയ്യണം. മീൻസ് R2 ഇന്ന് 2R1 മൈനസ് ചെയ്യണം. R2 changes to R2 minus 2R1. ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 0 ആവണം. അത് 0 ആവണമെങ്കിൽ 1ന്ന് 1 മൈനസ് ചെയ്യണം. സോ R1 changes to R1 minus R2. റെഡിയായി. ലെഫ്റ്റില് ഐഡന്റിറ്റി വന്നില്ലേ? ഇൻവേഴ്സ് is -7 3 5 -2. കിട്ടിയോ ഇൻവേഴ്സ്? കിട്ടി ടീച്ചർ. ഇനി നമുക്കൊരു തേർഡ് ഓർഡറിലേക്ക് കടക്കാം. ഇപ്പൊ സെക്കൻഡ് ഓർഡർ ഒക്കെ നമുക്ക് ഏകദേശം ഓക്കെ ആയി അല്ലേ? തേർഡ് ഓർഡർ നോക്കാം.
തേർഡ് ഓർഡർ സെയിം തന്നെ, സെയിം മെത്തേഡ് തന്നെ, കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് മാത്രം ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ബാക്കിയൊക്കെ ഹോംവർക്ക് ആണോ? ഞാൻ പറയാം ലാസ്റ്റ് കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, 16th മെട്രിക്സ് 1 3 minus 2 1 3 minus 2 minus 3 0 minus 5 2 5 0. ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൊടുക്കാം. 1 3 minus 2 minus 3 0 minus 5 2 5 0. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെയിം സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെ. A is equal to IA 1 3 minus 2 minus 3 0 minus 5 2 5 0 equal to identity ശ്രദ്ധിക്കണം. തേർഡ് ഓർഡർ 1 0 0 0 1 0 0 0 1 into A. നോക്കുക, ഫസ്റ്റ് എലമെന്റ് 1 ആണ്, അതുകൊണ്ട് തന്നെ ഇനി -3 ഇവിടെ 0 ആക്കുക. അത് ആ 0 ആക്കിയതിനു ശേഷം നെക്സ്റ്റ് റോയിലേക്ക് ഇവിടെ 0 ആക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ -3യുടെ കൂടെ +3 ആഡ് ചെയ്താലാണ് 0 ആവുക. +3 ചെയ്യാൻ വേണ്ടി എപ്പോഴും 1നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. 1 എന്ന എലമെന്റിനെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പം നമുക്ക് -3 +3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? R2 changes to R2 plus 3R1. ക്ലിയർ അല്ലേ? R2 plus 3R1. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം 1 3 minus 2 എഴുതി. അതുപോലെ തേർഡ് റോയും ചേഞ്ച് ഒന്നുമില്ല, സെക്കൻഡ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. R2 plus 3R1 -3 plus 3 0 0 plus 3 into 3 9 minus 5 plus 3 into minus 2 minus 5 plus 3 into minus 2 minus 5 minus 6 minus 11 2 5 0. That is equal to 1 0 0. Second row can change. R2 plus 3R1 0 plus 3 1 plus 3 into 0 1 0 0 0 1 into A. ഇനി ആ 1ന് താഴോട്ടുള്ള എല്ലാം ക്ലിയർ ചെയ്ത് വരണം. അപ്പൊ ഇനി 2 ആണ് 0 ആവേണ്ടത്. 2 0 ആണെങ്കിൽ 2 2 മൈനസ് ചെയ്യണം. അപ്പോഴും ഇതാണ് നമ്മൾ ഈ 1ലോട്ട് നോക്കേണ്ടത്. 2 എന്ന് പറയുന്നത് R3 changes to R3 minus 2R1. R3 minus 2R1. Two minus 2 0. 5 minus 6 minus 1 0 minus 2 into minus 2 0 plus 4 4 equal to 1 0 0 3 1 0 R3 minus 2R1 0 minus 2 minus 2 0 minus 0 1 minus 0 1 into A. റെഡിയായി. ഇനി സെക്കൻഡ് കോളത്തിൽ വന്നിട്ട് 1 എവിടെയാ 1 ആക്കേണ്ടത് നോക്കണം. 9ന്റെ പ്ലേസിൽ 1 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? 9ന്റെ പ്ലേസിൽ 1 കിട്ടാൻ രണ്ട് രീതി ചെയ്യാം. ഒന്ന് നമുക്ക് ചാടി ബൈ 9 ചെയ്താൽ കിട്ടും. പക്ഷെ എന്താ വെച്ചാൽ ഇനി കുറെ സ്റ്റെപ്സ് നമുക്ക് പോകാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പം ഒരു തെറ്റിപ്പോവാനും ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 9ൽ നിന്ന് 9 പ്ലസ് -8 ചെയ്താൽ, അതായത് 9 - 8 ചെയ്താൽ 1 വരും. അതിന് 8 ടൈംസ് R3 ആഡ് ചെയ്യാൻ പോവാണ്.
ക്ലിയർ അല്ലേ? 9 മൈനസ് 8 ആണ് ആ ടീച്ചർ 1. അപ്പോ R2 changes to R2 plus 8R3. 1 3 minus 2 R2 plus 8R3. 9 plus 8 1 and minus 11 plus 8 into 4 32 minus 11 21 third അതുപോലെ തന്നെ എഴുതാം 0 minus 1 4 equal to 100 ഇനി R2 plus 8R3 3 plus 8 into minus 2 3 minus 16 3 minus 16 is minus 13 minus 13 minus 13 ഇനി ഇത് 1 plus 0 1 തന്നെ 0 plus 8 into 1 8 minus 2 0 1 into a. അപ്പോ അങ്ങനെ നമ്മള് സെക്കൻഡ് കോളത്തിലെ 1 നമ്മൾ കിട്ടി. ഇനി ആ 1ന്റെ മുകളിലും താഴെയും ഇവിടെ 0 വരണം, ഇവിടെ 0 വരണം. അപ്പൊ സെക്കൻഡ് കോളം ക്ലിയർ ആവും. അപ്പൊ അതിനു വേണ്ടി ഇവിടെ 3യുടെ അവിടെ 0 കിട്ടണമെങ്കിൽ 3 മൈനസ് 3 ആണ് 0. അപ്പൊ നമുക്ക് ഇത് സെക്കൻഡ് മൈനസ് ചെയ്യാം 3 ടൈംസ് എടുത്തിട്ട്. അപ്പോ R1 ചേഞ്ചസ് ടു R1 മൈനസ് 3R2. അതാണ് അടുത്ത ട്രാൻസ്ഫോർമേഷൻ. R1 changes to R1 minus 3R2. 1 minus 0 is 1. 3 minus 3 is 0. Minus 2 minus 3R2. 3R2 is 63. Minus 63. Minus 2 minus 63. minus 65. Minus 65. 0 1 21 0 minus 1 4 equal to R1 ആണ് ചേഞ്ച് റൈറ്റില് R1 minus 3R2 1 minus 30 minus 39 1 plus 39 40 R1 minus 3R2 minus 3 then 0 minus 3 into 8 then minus 13 1 8 minus 2 0 1 into a. Ready അല്ലേ? അപ്പം ഇനി ഈ ഇത് നോക്കൂ -1 0 ആവണം. -1 0 ആണെങ്കിൽ 1 ആഡ് ചെയ്താൽ മതി. അപ്പം R3 changes to R3 plus R2. R3 plus R2. ഇതിലൂടെ ഇത് ആഡ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചേഞ്ചില്ല 1 0 minus 65 0 1 21 ഇനി R3 plus R2 ചെയ്യണം 0 0 R3 plus R2 ആണ് 4 plus 21 25 equal to 14 minus 3 minus 24 minus 13 1 8 R3 plus R2 രണ്ടുകൂടെ ആഡ് ചെയ്യാം minus 15 1 9 into a. ഇനി തേർഡ് കോളത്തിലേക്ക് കടന്ന് 1 25ന്റെ പ്ലേസിൽ 1 കിട്ടണം. ഇനിയിപ്പോ കുറച്ച് സ്റ്റെപ്സ് ഉള്ളൂ. ഇനി നമുക്ക് അങ്ങ് ആ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 25/25 ചെയ്ത ഇവിടെ നമുക്ക് 1 കിട്ടും. അങ്ങനെ ചെയ്ത് പോവാം. അപ്പോ R3 changes to R3 by 25. 1 0 minus 65 0 1 21 0 0 1
25 by 25 1i. 40 minus 3 minus 24 minus 13 18 by 25 ചെയ്യണം. അപ്പൊ minus 15 by 25 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ -3/5. minus 3 by 5. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുമ്പോൾ ഈ നമ്പർ ഇങ്ങനെ ഇവിടെ ഇട്ട് കൊടുത്ത് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകരുത്. സൈഡിലിട്ട് സിംപ്ലിഫൈ ചെയ്ത് അവിടെ കൊടുക്കുക. കാരണം അങ്ങനെ എടുത്ത് ഒന്നിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് മിസ്സായി പോകും. നമ്പർ ചിലപ്പോൾ മാറും, പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകും. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. Then 1 by 25 9 by 25 into a. ഇനി ഈ ഇതെല്ലാം സീറോ ആക്കാൻ വേണ്ടി നമ്മൾ ഈ 1നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ -65ന്റെ കൂടെ 65 ആഡ് ചെയ്താലാണ് സീറോ ആവുക. സോ R1 changes to R1 plus 65 R3. R1 changes to R1 plus 65 R3. 1 0 0 0 1 21 0 0 1 equal to ഈ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം. R1 plus 65 R3 ആണ്. ഓരോ എലമെന്റ് ആയിട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. 40 plus 65 into minus 3 by 5. 40 minus 39. That is 1. Next, minus 3 plus 65 into 1 by 25. 5 കൊണ്ട് cancel ചെയ്യാം. 5 minus 2/5. minus 15 plus 15 by 5 minus 2 by 5. Next is minus 24 plus 65 into next R3 element is 9 by 25. 13 5 minus 120 minus 3/5. ഒരു മിനിറ്റ് minus 3 by 5. ആയി. പിന്നെ minus 13 1 8 minus 3 by 5 1 by 25 9 by 25 അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഏകദേശം നമ്മൾ ആൻസറിനോട് അടുത്തു. ഓരോ എലമെന്റ് കൂടെ ഇതാ ഈ 21 സീറോ ആവണം. 21 സീറോ ആവണമെങ്കിൽ -21 ആഡ് ചെയ്താൽ മതി. -21 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 1നെയാണ് യൂസ് ചെയ്തത്. സോ R2 changes to R2 minus 21 R3. R2 changes to R2 minus 21 R3. Matrix 1 0 0 R2 minus 21 R3 0 1 0 0 0 1 equal to R2 നാണ് ചേഞ്ച്. 1 minus 2 by 5 minus 3 by 5 R2 minus 21 R3 minus 13 minus minus plus 21 into 3 by 5 minus 2/5. minus 2 by 5. Next is 1 അല്ലേ. 1 minus
21 by 25. 25 minus 21, 4 by 5. Next is 8 minus, after minus 8 minus 21 into 9 by 25. 21 R3. 11 by 20. 11 by 25 into A. So നമുക്ക് answer ആയി. Therefore, A inverse is equal to 1 minus 2 by 5 minus 3 by 5. Sorry. R3 is minus 3 by 5, 1 by 25, 9 by 25. Then minus 2 by 5, 4 by 5, 11 by 25. Minus 3 by 5, 1 by 25, 9 by 25. This is A inverse. നോക്കാം A inverse തേർഡ് ഓർഡറിന് വരുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ട് ലെങ്തി ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്ക് ഒരു എലമെന്റിന് എവിടെയെങ്കിലും വെച്ചൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് വെച്ച് പിന്നെ ബാക്കി ട്രാൻസ്ഫോർമേഷനും ഒക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ബാക്കിയും അതങ്ങനെ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അതിൽ ഇനി ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും ഉണ്ട്, പിന്നെ ഇൻവേഴ്സ് കാണേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ബാക്കി ഇൻവേഴ്സ് കാണേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യുക. തേർഡ് ഓർഡറിൽ ആകെ 3 ക്വസ്റ്റ്യൻ ആണ്. അത് ഒന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അതിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും. അപ്പൊ ചെയ്തു വരുമ്പോ ഒരു റോയിലോ ഒരു കോളത്തിലോ 2 0 വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് എഴുതാം? 2 മീൻസ് സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 2, തേർഡ് ഓർഡർ ആണെങ്കിൽ 3. അതായത് ഹോൾ കോളം ഹോൾ 0 അല്ലെങ്കിൽ റോ ഹോൾ ആയിട്ട് നമുക്ക് 0 ആണ് വരുന്നതെങ്കിൽ എന്താ പറയാം? ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ചെയ്യാലോ? അപ്പോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യൂ കേട്ടോ. ഇല്ലാതെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ നോക്കാം. ഓക്കെ.